ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ അടുത്തൊരു ആർട്ട് മ്യൂസിയം ഉണ്ട്, അങ്ങോട്ടേക്ക് പോവാണ്. ഓക്കെ, നമുക്ക് ആർട്ട് മ്യൂസിയത്തിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ വെച്ച് നമുക്ക് കാണാം അല്ലേ. സ്റ്റോൾ മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറിയുടെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ നേരെ അകത്തേക്ക് പോവാണ് അല്ലേ. അകത്ത് ചെന്നിട്ട് ബാക്കി കാഴ്ച കാണാം. ഇതുണ്ട്, നമുക്കിവിടെ അകത്തേക്ക് നേരെ കയറി വന്നപ്പോൾ ഇവിടെ നമുക്ക് എൻട്രി ഫ്രീ ആണ്. നമുക്ക് വേണമെങ്കിൽ ഡൊണേഷൻസ് കാര്യങ്ങളൊക്കെ ഈ ബോക്സിൻ്റെ അത് ഇടാം. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇത് കണ്ടോ, ഒരു വിമാനത്തിൻ്റെ ഒരു മോഡലാണ്. നമ്മുടെ റൈറ്റ് ബ്രദേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിമാനത്തിൻ്റെ ടൈപ്പ് ഒരു മോഡൽ മേളിൽ കാണാം. അപ്പം നമുക്ക് മേളിലേക്ക് പോകാം. നമ്മളിതാ ഇപ്പോൾ വന്നിരിക്കുന്ന ഈജിപ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഇതിലാണ്. അതായത് ഈജിപ്തിൻ്റെ പഴയ ഒരു സംസ്കാരത്തിൻ്റെയും എസ്പെഷ്യലി അതുമായിട്ട് ബന്ധപ്പെട്ട കുറേയധികം കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഗാലറിയിൽ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. എസ്പെഷ്യലി മമ്മീസ്, പിന്നെ അതുപോലുള്ള ഈജിപ്തിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവരുടെ സംസ്കാരത്തെ പറ്റിയും ഈജിപ്ഷ്യൻ സംസ്കാരത്തെ പറ്റിയൊക്കെ നമ്മൾ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു മിനിയേച്ചറുകളും എസ്പെഷ്യലി മമ്മീസിനെ പറ്റിയായിട്ടുള്ള അതിൻ്റെ ഒരു മോഡൽസും കാര്യങ്ങളൊക്കെ ഈ ഗാലറിക്കകത്ത് നമുക്ക് കാണാം. പലതരം പാത്രങ്ങൾ, പിന്നെ അതിനെ പറ്റിയായിട്ടുള്ള ആഫ്റ്റർ ലൈഫ്, അതായത് ലൈഫിന് ശേഷമുള്ള കാര്യങ്ങളെ പറ്റിയായിട്ട് ഉള്ള ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അത് കാണാം. ഇതിൽ ഓരോ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഭാഗങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ LED ഡിസ്പ്ലേ ബോർഡ്സിലുണ്ട്. നമുക്ക് ആവശ്യമെങ്കിൽ നമുക്കതിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് അതിൻ്റെ അത് കാണാം. അപ്പോൾ അതായത് ഉണ്ട്, അവർ യൂസ് ചെയ്തിരുന്ന ഏൻഷ്യൻ ടൈമിൽ ഈജിപ്ഷ്യൻസ് യൂസ് ചെയ്തിരുന്ന അവരുടെ വെപ്പൺസ്, പിന്നെ അതുപോലെ തന്നെ മമ്മീസ് അതിൻ്റെ മമ്മീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളറിയാമല്ലോ, നമ്മൾ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അത് ശരീരം കേടുകൂടാതെ സൂക്ഷിക്കുന്ന ഒരു സംഭവമാണ് മമ്മീസ്. അതായത് പിരമിഡുകളിൽ, ഈജിപ്ഷ്യൻ പിരമിഡുകളിൽ സൂക്ഷിക്കുന്ന ഇതാണ്, ഒരു പ്രത്യേക രീതിയിലാക്കി സൂക്ഷിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത്. പിരമിഡുകളിലാണ് മമ്മീസ് സൂക്ഷിക്കുന്നത്. അപ്പം അങ്ങനെ അതിനെ പറ്റിയായിട്ടുള്ള പല വിവരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതിൻ്റെ കാഴ്ചകളും വിഷ്വൽസും എല്ലാം പകർത്തി. എസ്പെഷ്യലി ഒരു കാര്യം എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗാലറിയിൽ നമ്മൾ കാണുന്ന സംഭവങ്ങളല്ലോ, ഇപ്പം അതിനോട് ചേരുന്ന രീതിയിലുള്ള ആംബിയൻസിലാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഐ മീൻ ലൈറ്റിങ്സ് കാര്യങ്ങളെല്ലാം ആയിട്ട്. എസ്പെഷ്യലി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ആയിട്ട് അത് അധികം താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല വെർത്തായിരിക്കും. കാരണം ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അത് തന്നെ. ഇഷ്ടംപോലെ ഐ മീൻ സ്റ്റഡികൾ കാര്യങ്ങളൊക്കെ നടത്തുന്നവർക്കും ഹിസ്റ്ററിയോട് ഒരുപാട് താല്പര്യമുള്ളവർക്കും ധൈര്യമായിട്ട് കടന്നു വരാവുന്നതാണ്. കാരണം പ്രത്യേകിച്ച് എൻട്രി ഫീസ് കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ എൻട്രിയാണ്. ഇതുണ്ടോ, അതെ മമ്മീസിൻ്റെ സംഭവങ്ങളാണ്. ഇത് ഒറിജിനൽ അല്ല എന്നെനിക്ക് തോന്നുന്നു, മോഡൽസാണെന്ന് തോന്നുന്നു. ലൈഫിനെ പറ്റിയും ലൈഫ് ആഫ്റ്റർ ഡെത്തിനെ പറ്റിയും അങ്ങനെയുള്ള പല ഈജിപ്ഷ്യൻ സംസ്കാരങ്ങളിലുള്ള പല കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. അപ്പം പിന്നെ അതിൻ്റെ ഒപ്പം ഒന്നിൻ്റെ സ്ഥലങ്ങളിൽ ഐ മീൻ കമ്പ്യൂട്ടേഴ്സ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനും എല്ലാമായിട്ട് വേണ്ടിയായിട്ട് ഹിസ്റ്ററീസിൽ ഐ മീൻ സിസ്റ്റംസ് യൂസ് ചെയ്ത്, അതായത് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്ത് നമുക്കത് നോക്കാം. പിന്നെ ഇവിടെ നിന്ന് കിട്ടിയ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ നിന്ന് കിട്ടിയ കല്ലുകൾ, അവിടെ നിന്ന് കിട്ടിയേക്കണ ഐ മീൻ ഇവരുടെ സ്ക്രിപ്റ്റേഴ്സ്, ഈജിപ്ഷ്യൻ സ്ക്രിപ്റ്റേഴ്സ് ഉണ്ടല്ലോ, പണ്ട് ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ പേര് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അപ്പം ഈജിപ്ഷ്യൻ ലിപികൾ കാര്യങ്ങൾ, അതിൻ്റെ ഒരു സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇതൊക്കെ സംഭവങ്ങൾ, അതായത് അതിൻ്റെ ഒരു സ്റ്റോൺ ഐറ്റംസ്, മിനറൽസ്, അങ്ങനെ ഈജിപ്ഷ്യൻ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളെല്ലാം ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം പകർത്തി ഇങ്ങനെ നടന്നു. ഇതൊക്കെ കാണുമ്പോൾ കൗതുകം തോന്നുന്നു. അത്രയും പഴക്കമുള്ള ഒരു മനുഷ്യൻ്റെ ഒരു പല അന്നത്തെ കാലത്ത് യൂസ് ചെയ്ത പാത്രങ്ങൾ, അന്നത്തെ കാലത്തെ ഒരു
ടെക്നോളജി ഒട്ടും അങ്ങനെ വരാത്ത സമയത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞ പാത്രങ്ങൾ, അന്നേരത്തെ സംസ്കാരത്തിൻ്റെ തിരുശേഷിപ്പുകളൊക്കെയാണിത്. ഇത് കണ്ടോ, അടുത്തൊരു മമ്മിയുടെ ഒരു ഇത്. അങ്ങനെ വിഷ്വൽസും കാര്യങ്ങളെല്ലാം പകർത്തി നടന്നു. ഇവിടെ എന്ത് ചെയ്തുണ്ടോ, അതിൻ്റെ കുറച്ച് ഹിസ്റ്ററി ഡീറ്റെയിൽസൊക്കെ ചാർട്ടുകളിൽ കാര്യങ്ങളിലെല്ലാം നമുക്ക് കാണാം. ഇത് ഇവിടുത്തെ ഒരു രാജാവ് വന്നതിൻ്റെയാണ്, അതായത് കബോട്ട് ലിവിങ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഇതാണ്, ഒരു പെയിൻറ്റിംഗ് ആണ്. അപ്പം അതിനുശേഷം നമ്മൾ ഈജിപ്ത് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി വേറെ അടുത്ത ഒരു ഇതിലേക്ക് പോയി. ഇവിടെ കുറച്ച് പെയിൻറ്റിങ്സ് ആണ്, എസ്പെഷ്യലി ബ്രിസ്റ്റോളിൻ്റെ പല ചരിത്രപരമായ കാര്യങ്ങളെ പറ്റിയൊക്കെ ആയിട്ട് ഈ പെയിൻറ്റിങ്സിൽ പറയുന്നുണ്ട്. പല ചരിത്ര ശേഷിപ്പുകൾ അല്ലെങ്കിൽ സ്ഥലങ്ങളെ പറ്റിയായിട്ടുള്ള പെയിൻറ്റിങ്സ് കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരു കഫേ ഉണ്ട്, അതുപോലെ തന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള ചെറിയൊരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കഫേ പോയി നമുക്ക് വേണ്ട കോഫി, ടീ അങ്ങനെ വേണ്ട സാധനങ്ങൾ എല്ലാം നമുക്ക് ഇവിടെ കിട്ടും. അപ്പം അതിനുശേഷം വന്നിട്ട് നമുക്കിവിടെ ഹാളിൽ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ ചെയർസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് ചായ കുടിക്കാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാം, വർത്തമാനം പറയാം. പിന്നെ അതിനുശേഷം ഇതിൻ്റെ അപ്പുറത്ത് തന്നെയായിട്ട് ഇൻ്റർനാഷണൽ ഫോട്ടോഗ്രാഫിയുടെ ഒരു എക്സിബിഷൻ ഉണ്ട്. പക്ഷെ അത് പെയ്ഡാണ്. നമ്മൾ ഓൺലൈൻ ത്രൂ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു പവർ ബാങ്ക്, നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മുടെ ഫോണിൽ ചാർജൊക്കെ തീർന്നു കഴിഞ്ഞാലാണെങ്കിൽ നമുക്ക് പവർ ബാങ്ക് റെൻ്റലുണ്ട്. ചെറിയൊരു പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാലാണെങ്കിൽ പവർ ബാങ്കും വിത്ത് കേബിൾ അറ്റാച്ച്ഡ് ആയിട്ട് റെൻ്റലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്, അതായത് പവർ ബാങ്ക് റെൻ്റലായിട്ട് കിട്ടുന്ന സംഭവം. അപ്പം അങ്ങനെ സംഭവങ്ങളെല്ലാം കണ്ട് വിഷ്വൽസ് എല്ലാം കണ്ട് മുകളിലേക്ക് പോവാണ്. പലതരം പുരാവസ്തു ഐറ്റംസുകൾ കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് കാണാം. കോയിൻസ്, പിന്നെ അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട്, അതായത് എസ്പെഷ്യലി നമ്മൾ വിചാരിക്കും ബ്രിട്ടനിലെ തന്നെ ആയിരിക്കുമെന്ന്, പക്ഷേ അല്ല. ഇതുണ്ടോ, ഇത് പല റിലീജിയനുകളുടെ രൂപങ്ങളാണ്. ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാഡ്ലുപ്പ മാതാവിൻ്റെ ഒരു രൂപമാണ്. ഇതുണ്ടോ, ഗാഡ്ലുപ്പ മാതാവിൻ്റെ രൂപമാണ്. പിന്നെ മറ്റ് പല റിലീജിയനുകളുടെ രൂപങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ മുകളിലത്തെ സ്റ്റേഴ്സിലേക്ക് കയറി പോവാണ്. ഇവിടെ ഒരു ശില്പമുണ്ട്. നമ്മൾ ആദ്യം കണ്ട ഹാളിൻ്റെ ആ ഭാഗത്ത് തന്നെ ഒരു ഡോൾഫിനാണെന്ന് എനിക്ക് തോന്നുന്നു. ഡോൾഫിനാണോ ഇതാണോ ആമയാണോ? ഒരു ഡോൾഫിൻ്റെ പോലത്തെ ഒരു ഇതാണ്, അതോ ഡിനോസറാണോ? അങ്ങനെ ഒരു രൂപം ഇതുണ്ട്. പിന്നെ അതിനുശേഷം ഇതായതുണ്ടോ, സ്റ്റേഴ്സ് കയറി വരുമ്പോൾ ഇവിടെ പാത്രങ്ങൾ, പണ്ട് യൂസ് ചെയ്തിരുന്ന പാത്രങ്ങൾ കാര്യങ്ങളെല്ലാം കണ്ടോ. അതിൻ്റെ പുറത്തൊക്കെയുള്ള അന്നത്തെ കാലത്തുള്ള ആ ഒരു ഡിസൈൻ നോക്കി, അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ആ ഒരു പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ പോയത് കുറച്ച് ആനിമൽസിനെയൊക്കെ സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു ഭാഗത്തേക്കാണ്. ഇതുണ്ടോ, കങ്കാരു. ഇത് ഓസ്ട്രേലിയയുടെ ഒരു ഇതാണ്. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന പല മൃഗങ്ങൾ, പക്ഷികൾ, അതിൻ്റെയൊക്കെ ആയിട്ടുള്ള സ്കെലിറ്റൻസ്, പിന്നെ രൂപങ്ങൾ കാര്യങ്ങളൊക്കെ അങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് ഒറിജിനൽ തന്നെ, അതായത് ഒറിജിനൽ ഇതിനെ കൊന്നിട്ട് അതിൻ്റെ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്നതാണെന്ന് തോന്നുന്നു. അപ്പം ഇതുണ്ടോ, പല സ്ഥലങ്ങളിൽ പല ഭൂഖണ്ഡങ്ങളിൽ കാണുന്ന ഇതുണ്ട്. ഓസ്ട്രേലിയയുടെ ഇതാണ്, ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന പക്ഷികൾ, മൃഗങ്ങൾ, അങ്ങനെയുള്ള ഇതിനെല്ലാം സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതുണ്ടോ, സൗത്ത് അമേരിക്കയുടെയാണ്. സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ കാണുന്ന മൃഗങ്ങൾ, പക്ഷികൾ, അതിൻ്റെയൊക്കെ അതുങ്ങളൊക്കെ സ്റ്റഫ് ചെയ്ത്. ഇത് നോർത്ത് അമേരിക്കയിൽ കാണുന്ന വിവിധതരം സസ്തനികൾ അല്ലെങ്കിൽ പക്ഷികൾ, മൃഗങ്ങൾ, ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ അതിൻ്റെ എല്ലാം ഒരു ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കണൊക്കെ കണ്ടപ്പോൾ ഒരു കൗതുകമായിരുന്നു. അങ്ങനെ ഇതുണ്ട്, നമ്മുടെ പൂവങ്കോഴി വരെയുണ്ട്. പൂവങ്കോഴിയുണ്ട്, മയിലുണ്ട്, പലതരം പൂവങ്കോഴികൾ, കാട്ടുകോഴി, അങ്ങനെയുള്ള പലതരം സാധനങ്ങൾ, മയിൽ. പിന്നെന്താ, ഇവിടെ ഒരു കുരങ്ങനുണ്ട്.
ഇതൊരു കടുവ. ഇത് യുറേഷ്യ, യൂറോപ്പ് ആൻഡ് ഏഷ്യയുടെ ഒരു സ്റ്റാളാണ് യുറേഷ്യ. ഒരു കടുവേനെ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്നു. ഹിപ്പോപ്പൊട്ടാമസ്, 2 ഹിപ്പോപ്പൊട്ടാമസിനെ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്നു. ഇതൊക്കെ ചിലപ്പോൾ ഒന്നെങ്കിൽ ഇത് നാച്ചുറലി ഡെത്തായതായിരിക്കും, അല്ലെങ്കിൽ നേരെ മറിച്ച് ഇതായിരിക്കും മ്യൂസിയത്തിൽ വയ്ക്കാൻ വേണ്ടിയായിട്ട് കൊന്ന് ഇതായിരിക്കും. ഇത് ഡോഡോ എന്ന് പറഞ്ഞൊരു പക്ഷിയാണ്. നമ്മളീ പോയ ഒരു ഭാഗത്തായിട്ട് ഒരു കുരങ്ങൻ്റെ ഒരു സംഭവം കണ്ടായിരുന്നു. ആളൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള കുരങ്ങനായിരുന്നു. അപ്പം അതിനെ അത് ജീവനോടെ ഉണ്ടായിരുന്നായിരുന്നു. അതിനെ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കണമെന്ന് എഴുതി വെച്ചേക്കണ ഉണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം എനിക്ക് തോന്നണേ ഒറിജിനൽ ജീവനോടെ ഉണ്ടായിരുന്ന ഒരു മൃഗങ്ങളുടെ ഒരു ഇതാണ്. ഒന്നെങ്കിൽ ചിലപ്പം തന്നെത്താനെ ഡെത്തായതോ അല്ലെങ്കിൽ ഒന്നതോ ആയിട്ടുള്ള അതുങ്ങളെ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതുകൊണ്ടോ പല ആനിമൽസുകൾ എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഗ്യാലറി പോലെ ആയിട്ടുള്ളതിൻ്റെ ഒരു മാപ്പ് നമുക്കിവിടെ ടേബിൾ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതേതാ മാനാണോ മ്ലാവാണോ? മാനല്ല, മ്ലാവ്. കുറേ പാരറ്റ് പോലത്തെ കുറേ പക്ഷികൾ ഒക്കെ ഉണ്ടാക്കിയതല്ലേ ചില സ്റ്റഫ് ചെയ്ത് വെച്ചേക്കണേ. ഇത് പിന്നെയും മാന് ഐറ്റംസ്. ഇത് കുരങ്ങന്മാർ, പലതരം കുരങ്ങന്മാർ. ഇതെന്താ ഇത്? ഇതൊരു മുള്ളൻപന്നി. അതിൻ്റെ ഇടയ്ക്ക് ഇതൊരു ജിറാഫിൻ്റെ ഒരു സ്റ്റഫ് ചെയ്തേക്കുന്നത്. മുള്ളൻപന്നി, ഒരു സീബ്ര, അങ്ങനെ പലതും കണ്ടു. കെമിക്കലൊക്കെ ചേർത്ത് ഇതിൻ്റെ സ്റ്റഫ് ചെയ്ത്. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു പലതരം ജീവികളെ അല്ലെങ്കിൽ പലതരം പലതരം പക്ഷികളെയും കാര്യങ്ങളെല്ലാം നമുക്ക് ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കണ കാണാൻ പറ്റി. ഇതൊരു ആമയാണ്. ആമേനെ ഇതേപോലെ തന്നെ സ്റ്റഫ് ചെയ്ത്. ഇതൊരു തരം വെരുക എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് സാധനമുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്. ഈ കുരങ്ങനാണ്. ഈ കുരങ്ങൻ്റെയാണ് ഇവിടെ എഴുതി വെച്ചേക്കണത്. ഇത് ജീവനോടെ ഈ ഒരു വർഷം വരെ ഒരു സൂവിൽ ജീവനോടെ ഉണ്ടായിരുന്നായിരുന്നു. ആളൊരു ഫേമസ് ആണ്, കുറച്ചൊരു അപകടകാരിയായിരുന്നു. അപ്പോൾ ആൾ മരിച്ചപ്പോൾ ആളെ ഇങ്ങനെ ഇവിടെ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അതിൽ നിന്ന് മനസ്സിലായി. പിന്നെ അതിനുശേഷം എന്ത് ചെയ്തിട്ടുണ്ടോ, പാത്രങ്ങൾ, കാര്യങ്ങൾ, അതിൻ്റെ ഒരു സംഭവങ്ങളുടെ ഒരു സ്റ്റാളിലേക്കാണ്. ഇതുണ്ടോ, ഇവിടെ ഒരു പഴയ ഒരു ഇതുണ്ട്, രാജാവ് യൂസ് ചെയ്തിരുന്ന ഒരു കാളവണ്ടി പോലത്തെ ഒരു സംഭവമുണ്ട്. അങ്ങനെ നമ്മൾ വേറെ സൈഡിലേക്ക് വന്നു. ഇവിടെ ഈ ഭാഗങ്ങളിൽ പലതരം കല്ലുകൾ, പലതരം അതായത് മെറ്റൽസ്, കാര്യങ്ങൾ, ഓറുകൾ, അതായത് അയൺ ഓറുകൾ, അങ്ങനെയുള്ള പല സംഭവങ്ങളൊക്കെ കണ്ടെടുത്തേക്കുന്നതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മ്യൂസിയത്തിൽ വെച്ചേക്കുവാണ്. പിന്നെ ഡിനോസറിൻ്റെ മുട്ടകൾ പോലുള്ള രീതിയിലുള്ള സംഭവങ്ങൾ ഒക്കെ, അതിൻ്റെ സ്കെൽറ്റണുകൾ, കാര്യങ്ങളൊക്കെ ഇവിടെ പല ഭാഗങ്ങളിലും വെച്ചേക്കുന്നത് കണ്ടു. ഇതുണ്ട്, ഡിനോസറിൻ്റെ ഒരു മോഡൽ റീക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതൊരു നമ്മുടെ ഒരു തുമ്പിയാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ കാണുന്ന തുമ്പി പോലത്തെ ഒരു ടൈപ്പ് സംഭവമാണ്. അങ്ങനെ ഇതുണ്ടോ, അതേ പല പവിഴപ്പുറ്റുകൾ, കോറൽ റീഫ്സ്, കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ട്. ആവോൺ എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. ആവോൺ മൗത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രിസ്റ്റോൾ ചാനലിൻ്റെ അടുത്തുള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നും കണ്ടെടുത്ത സംഭവങ്ങളാണ്. ഇത് ഈ പിക്ചർ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലിഫ്റ്റൺ സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ ആ ഭാഗമാണ്. അപ്പോൾ അവിടെ നിന്നും ആവോൺ വാലി ആ ഭാഗത്തു നിന്നൊക്കെ ആയിട്ട് കണ്ടെടുത്തേക്കണ പല തരം മെറ്റൽസുകൾ, പലതരം സംഭവങ്ങൾ, സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന പല സംഭവങ്ങളൊക്കെയാണ്. ഇത് ഒരു ഒരു ചെടിയുടെ ഒരു സംഭവത്തിൻ്റെ ഒരു ഇതാണ്, ചെയിനാണ്. അങ്ങനെ
പലതരം മീനുകളുടെ ഒരു സംഭവങ്ങൾ, അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിലുകൾ, കാര്യങ്ങളെല്ലാം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹിസ്റ്ററിയോടും അല്ലെങ്കിൽ ചരിത്രത്തോടും റിസർച്ച് സ്റ്റഡിയോടും അങ്ങനെയൊക്കെ താല്പര്യമുള്ളവർക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസാണ്. ലോട്ട് ഓഫ് ഇൻഫർമേഷൻസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ കിട്ടും. നമുക്കതിൻ്റെ സ്റ്റഡീസ് കാര്യങ്ങൾക്കായിട്ട് ഹെൽപ്ഫുൾ ആവുന്ന ഒരുപാട് വിവരങ്ങൾ കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ വിഷ്വൽ കാണുമ്പം എന്ന് പറഞ്ഞാലാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാണല്ലോ, നമ്മൾ ശരിക്കും എല്ലാം വായിച്ച് ഇത് കണ്ടുവരുമ്പോൾ തന്നെ ഏകദേശം അത്യാവശ്യം നമുക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2-3 മണിക്കൂർ നമുക്ക് കാണാനുള്ള ഉണ്ട് ഈ ഇത് തന്നെ, ആർട്ട് ആൻഡ് ഗാലറി തന്നെ. അപ്പം അത്ര ഇതുണ്ട്. അപ്പം ഇതുണ്ടോ, പലതരം കല്ലുകൾ, കാര്യങ്ങൾ, പലതരം മെറ്റൽസ് സംഭവങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ എല്ലാം ഡിസ്ക്രിപ്ഷനുകളെല്ലാം താഴെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതുണ്ട് ഓർ ആൻഡ് മിനറൽസ്, മിനറൽ ഐറ്റംസ്, മെറ്റൽ ഐറ്റംസ്, അങ്ങനെ അതിൻ്റെ ഒരു സ്റ്റാളുകളാണ്. ഇതുണ്ടോ മിനറൽസ്, ഏതൊക്കെ ടൈപ്പ് മിനറൽസാണ് എന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ ഒരു സ്കെൽറ്റൺ ഉണ്ട്. എന്താ മാൻ്റെയോ ടൈപ്പ് സ്കെൽറ്റൺ ആണ്. ഇത് ആനയുടെ കുറച്ച് സംഭവങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് പക്ഷികളുടെ ഒരു സംഭവങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഈ ഭാഗത്ത്. അങ്ങനെ വിഷ്വൽസ് കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഇനിയും ഉണ്ട്. ഇതിപ്പം ബിഗിനിങ് ആണ് കേട്ടോ, സാമ്പിൾ ആണ്, തുടക്കമാണ് ശരിക്കും പറഞ്ഞാൽ. ഇനിയും ഉണ്ട് ഇഷ്ടംപോലെ കാണാൻ. ഇതൊരു ഡിനോസറിൻ്റെ ഒരു ടൈപ്പ് മോഡൽ ഡിനോസറിൻ്റെ ഒരു സ്കെൽറ്റൺ പാർട്ടാണ്. ഉണ്ട് ഇത് ഇനി ഫുള്ള് ഡിനോസറിൻ്റെ കാര്യങ്ങളാണ്. ഡിനോസറിൻ്റെ ഹിസ്റ്ററി, എവല്യൂഷൻസ്, അതിൻ്റെ സ്കെലിറ്റൺസ്, അങ്ങനെ കുറേ കാണപ്പെട്ട സ്ഥലങ്ങളിൽ, അങ്ങനെ അതിൻ്റെ ഫാമിലി, ജീനസ്, സ്പീഷീസ്, കാര്യങ്ങളെല്ലാം ഉണ്ട്. പലതരം സ്കെൽറ്റണുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഇവർക്ക് കിട്ടിയത്, കളക്ട് ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പല ഭാഗങ്ങളിൽ ഇതേപോലെ തന്നെ ഡിനോസറിൻ്റെ ഒരു മോഡൽസ് ഉണ്ട്. അതിനുശേഷം വന്നെത്തുന്നത് ബ്രിട്ടീഷ് വൈൽഡ് ലൈഫ് ഗാലറിയിലാണ്. ഇവിടുത്തെ പല വൈൽഡ് ലൈഫ് ആനിമൽസിൻ്റെ അതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. പലതും ഇത് മ്യൂസിയം പോലുള്ള ഇതിൻ്റെ അകത്തായിട്ട് പല ആനിമൽസിനെയും ആക്കിയിട്ടുണ്ട്. പക്ഷികൾ, ആനിമൽസ്, കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്തോരം പക്ഷികളാണെന്ന് നോക്കി ഇതിൻ്റെ അത്, പലതരം പക്ഷികൾ. അങ്ങനെ നമ്മൾ വന്ന് ഇവിടെ ഒരു ഇതുണ്ട്, ഒരു കാളവണ്ടി പോലത്തെ ഒരു വണ്ടിയുണ്ട്. പണ്ട് രാജാക്കന്മാരെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്. പണ്ട് ഒരു ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയായിട്ട് യൂസ് ചെയ്തിട്ടുള്ള സംഭവമാണ്. പക്ഷെ അതിൻ്റെ ഉൾഭാഗം കാണുമ്പോൾ നോക്കി എന്തൊക്കെ സംഭവങ്ങളാണ് അതിൻ്റെ അത്, എന്തൊക്കെ ഫെസിലിറ്റീസാണ് നോക്കി. പിന്നെ വേറെ പലതരം പാത്രങ്ങൾ, ഡിസൈനർ പാത്രങ്ങൾ, കാര്യങ്ങൾ ഉള്ള സ്ഥലത്തേക്ക് നമ്മളെത്തി. വീണ്ടും അപ്സ്റ്റേഴ്സിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പം ഇവിടെ പലതരം പാത്രങ്ങൾ, പല സമയത്ത് യൂസ് ചെയ്തിട്ടുള്ള പാത്രങ്ങൾ, കാര്യങ്ങൾ, അതുപോലെ തന്നെ പെയിൻറ്റിങ്സുകൾ, ഫേമസ് പെയിൻറ്റിങ്സുകൾ, കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഈ പാത്രങ്ങളുടെ കാര്യത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ അല്ലെങ്കിൽ ജാപ്പനീസ്, ചൈനീസ് ടൈപ്പായിട്ടുള്ള ഗ്ലാസ് വെയർസ്, അതുപോലെ തന്നെ തിരിക്കാലുകൾ, അങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഉണ്ടോ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ഇതേപോലുള്ള സാധനങ്ങളൊക്കെ കാണാൻ കിട്ടുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ വളരെ റെയറാണ്. അപ്പം ഇങ്ങനെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവർ ഇങ്ങനെ ഗ്യാലറിയിൽ, അതായത് ആർട്ട് ഗ്യാലറിയിൽ ഇങ്ങനെ സംഭവമെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു പഴയൊരു സംസ്കാരത്തിൻ്റെ കാര്യങ്ങളും അന്ന് യൂസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് അതുകൊണ്ട് തന്നെ കാണാൻ കഴിഞ്ഞു.
അപ്പോൾ പല ഭാഗങ്ങളിലും എന്ത് ചെയ്തുണ്ട് ഇതേപോലെ LED ഡിസ്പ്ലേ ബോർഡ്സ് ഉണ്ട്. അവിടെ ഇതിൻ്റെ ഡീറ്റെയിൽ ഹിസ്റ്ററീസ് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇതുണ്ടോ പഴയ മോഡൽ ലെറ്ററുകൾ, ഫേമസ് ലെറ്റേഴ്സ് കാര്യങ്ങളുണ്ട്. ആർക്കൊക്കെ എഴുതിയിട്ടുള്ള ലെറ്റേഴ്സ് കാര്യങ്ങളുണ്ട്. ഇതുണ്ടോ മൺകൂജ പോലത്തെ ഒരു പാത്രങ്ങളാണ്. പക്ഷെ അതിൻ്റെ ഒരു പുറത്തെ ആ ഡിസൈനേഴ്സ് കാര്യങ്ങൾ ഇതുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ ഒരു ടൈപ്പ് ഭരണി പോലത്തെ ഒരു ടൈപ്പ് സംഭവങ്ങളാണ്. ആ മോഡൽ ടൈപ്പ് അങ്ങനെ. അങ്ങനെ പാത്രങ്ങളും സംഭവങ്ങളും എല്ലാം കണ്ട് അതിൻ്റെ ഒരു മോഡൽസ് കാര്യങ്ങളെല്ലാം കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ ഒരു ഈ ആർട്ട് ഗ്യാലറിയുടെ തന്നെ ഒരു ഭാഗത്ത് പെയിൻറ്റിങ്സ് കാര്യങ്ങളെല്ലാം പ്രദർശിപ്പിച്ചേക്കുന്ന ഒരു സ്ഥലത്തെത്തി. ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള, അതായത് ഇന്ത്യക്കാരനായിട്ടുള്ള, നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുള്ള, ഒരുപാട് കേട്ടിട്ടുള്ള രാജാറാം മോഹൻ റോയ് അദ്ദേഹത്തിൻ്റെ ഒരു പിക്ചർ ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പലതരം പിക്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ട് ഈശോയുടെ ജനനത്തിനെ പറ്റി ഒരു പെയിൻറ്റിംഗ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈശോയുടെ ആയിട്ടുള്ള കുരിശുമരണത്തിൻ്റെ
അങ്ങനെ ആയിട്ടുള്ള അതിനെ പറ്റിയൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഫേമസ് അടിപൊളി പെയിൻറ്റിങ്സുകളുടെ കാര്യങ്ങളുണ്ട്. ഇത് ഇതുണ്ടോ, ഈശോയുടെ ഒരു മുൾമുടിയൊക്കെ അണിഞ്ഞ് നിൽക്കുന്ന ഒരു പിക്ചർ ഫേമസ് പെയിൻറ്റിങ് ആണ്. അപ്പം അതുപോലെ തന്നെ ഇഷ്ടംപോലെ പെയിൻറ്റിങ്സ് ഉണ്ട്. വേറെ പല രീതിയിലുള്ള ഇഷ്ടംപോലെ പെയിൻറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉണ്ടോ അതെ, മാതാവിൻ്റെ ഒരു ഈശോയായിട്ട് നിൽക്കുന്ന ഒരു പെയിൻറ്റിങ്. അപ്പം അങ്ങനെ പെയിൻറ്റിങ്സുകൾ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത ഒരു സെക്ഷനിലേക്ക് നമ്മൾ വന്നു. ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ അങ്ങ് മുകളിലേക്കും ഉണ്ട്, ഇനിയുണ്ട് സംഭവങ്ങൾ നമുക്ക് കാണാൻ. ഇതാണ് ഇതുണ്ട്, നമ്മളെ കയറി വന്നപ്പോൾ കണ്ട ആ ഒരു ഫ്ലൈറ്റിൻ്റെ സംഭവം. അതിൻ്റെ ഒരു ഹിസ്റ്ററി ഇതായതുണ്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കയറി വന്നപ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നു റൈറ്റ് ബ്രദേഴ്സ് പറത്തിയ ഒരു വിമാനത്തിൻ്റെ ഒരു മോഡലാണെന്നായിരുന്നു. പക്ഷേ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയായിട്ട് ഉണ്ടാക്കിയ ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു ഒറിജിനൽ, അതെ ബ്രിസ്റ്റോൾ ബോക്സ് കൈറ്റ് റിപ്ലിക്ക ഓഫ് ഫസ്റ്റ് എയർക്രാഫ്റ്റ് ബിൽറ്റ് ഇൻ ബ്രിസ്റ്റോൾ. ഇറ്റ്സ് വൺ ഓഫ് ദ 3 made for the film Those Magnificent Men in Their Flying Machines 1965. അപ്പം അതാണ് ഇവിടെ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതുണ്ട്, കുറച്ചുകൂടെ അതിൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ. ഒരപ്പച്ചൻ വിമാനം പറപ്പിക്കുന്നതിൻ്റെ ഒരു ഇതാണ്. പഴയ നാണയങ്ങൾ സംഭവങ്ങളൊക്കെ കോയിൻസ്. അങ്ങനെ നമ്മളത് ആർട്ട് ഗ്യാലറിയിൽ ഓൾമോസ്റ്റ് എല്ലാം കണ്ടത്. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണത് ഇതുണ്ടോ ഇവിടെ സീ ഡ്രാഗൺസ് എന്ന് പറഞ്ഞിട്ട് കടലിലെ പലതരം മീനുകളുടെ പലതരം ജീവികളുടെ ആയിട്ടുള്ള സംഭവങ്ങളുടെ ഒരു സ്കെൽറ്റണുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ദ സീ ഡ്രാഗൺസ്, അതിനെ പറ്റിയായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അവിടെ കാണിച്ചിട്ടുണ്ട്. അത് ഇതുണ്ട്, ഇത് നമ്മളത് പുറത്തേക്ക് ഇറങ്ങുവാണ്. പിന്നെ നമ്മൾ ആ കയറി വന്ന ആ ഭാഗത്ത് തന്നെ അത് നമ്മൾ തിരിച്ചു വന്നു. അതേ നമ്മൾ ഇതിൻ്റെ കാഴ്ചകൾ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്.
അപ്പോൾ ഇനി നമ്മൾ കബോർഡ് ടവറിലോട്ടാണ് പോകുന്നത്. അവിടെ പോയാൽ നമുക്ക് അത്യാവശ്യം മൊത്തത്തിൽ ബ്രിസ്റ്റോളിൻ്റെ ഒരു ഫുൾ വ്യൂ, സിറ്റിയുടെ ഫുൾ വ്യൂ കിട്ടും. അപ്പോൾ നമുക്ക് അതും കൂടെ കണ്ടിട്ട് വരാം. അയ്യോ, ഇത് കണ്ടിട്ട് എനിക്കൊരുമാതിരി നമ്മൾ നാട്ടിലെ കുരിശുമലയൊക്കെ കയറത്തില്ലേ, ആ ഒരു ഫീലാണ് വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞ വഴികൾ, ഇടയ്ക്കിടയ്ക്ക് ഓരോരോ സ്പോട്ടും. കറക്റ്റ് നാട്ടിലത്തെ ഒരു എന്തായാലും നോമ്പുകാലൊക്കെ ആയതുകൊണ്ട് അതുപോലെ വിചാരിച്ചിട്ട് നമുക്കിങ്ങ് പോകാം. അതെ, ഈ കാണുന്ന കേട്ടോ, ഇതാട്ടോ കബോർഡ് ടവർ. അതിൻ്റെ മേളിൽ കയറണം നമ്മൾ. ഇവിടെ ഒരു പാർക്ക് പോലെയൊക്കെ ആയിട്ടുണ്ട് അല്ലേ? നമുക്ക് കുറച്ച് സ്ഥലമൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ റെസ്റ്റ് എടുക്കാം. അതെ, ബെഞ്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, മരങ്ങളൊക്കെ ഉണ്ട്, മരത്തണൽ പോലെയായിട്ട് അല്ലേ? നല്ല ചൂടൊക്കെ ഉള്ള സമയത്ത് ഇതിൻ്റെ ചുവട്ടിലെല്ലാം വന്നിരിക്കാം അല്ലേ? നല്ല ചൂടുള്ള സമയത്തൊക്കെ ശരിക്കും നമുക്ക് കുറച്ചും കൂടെ ആളും കൂടെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നതായിരുന്നു നല്ലത്. കുഴപ്പമില്ല, നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരണം. അതെ, നല്ലൊരു സ്പോട്ടാണ്. നല്ലൊരു സമ്മർ സമയം, എന്താ ജൂൺ ജൂലൈ ഒക്കെ ആവുന്ന ടൈമിൽ നല്ല ചൂടായിരിക്കും. കാര്യം സംഭവം അതെങ്കിലും ചൂടില്ല, നമ്മൾ ഈ തണുപ്പീത് ചൂടിലോട്ട് പോകുമ്പോഴുള്ള ചൂട്. അതെ, അപ്പം ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്നാൽ നല്ല രസമായിരിക്കും. അതെ, ഇത് കാണുന്നു നമ്മൾ അടുത്തെത്തിയിരിക്കുന്നു കബോർഡ് ടവറിൻ്റെ. പക്ഷെ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു പള്ളിയുടെ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും സംഭവത്തിൻ്റെ ഒക്കെ പോലുള്ള ഒരു ആ ഒരു ഡിസൈൻ അല്ലേ ബിൽഡിങ്ങിൻ്റെ? അതെ, അതും കൂടെ കണ്ടിട്ടാണ് എനിക്ക് അങ്ങേയറ്റത്ത് സാധാരണ നമ്മൾ ചെന്ന് നടന്ന് ചെല്ലുമ്പോൾ അവിടെ ഒരു പള്ളി ആയിരിക്കുമല്ലോ. ആ, ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് സ്റ്റെപ്സ് കയറി കബോർഡ് ടവറിൻ്റെ മുകളിലേക്ക് പോവാണ്. സൈഡിൽ തീരുണ്ടോ കൈവരികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് പിടിച്ച് കയറി പോകാനായിട്ട്. ഇവിടെ നമുക്ക് സമയം അനുസരിച്ചാണ്, അതായത് മാർച്ച് ഏപ്രിൽ അല്ലെങ്കിൽ ഓരോ സമയത്ത് അതിൻ്റെ ക്ലോസിംഗ് ടൈം വ്യത്യാസമുണ്ട്, എല്ലാ മാസവും വ്യത്യാസമുണ്ട്. ഇവിടെ ഫ്രീ എൻട്രി ആണ്. ഇതാണ് ഇവിടെ ഇതിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ. ഇതാ കണ്ടോ, ബ്രിസ്റ്റോളിൻ്റെ സിറ്റിയുടെ നല്ലൊരു 360 ഡിഗ്രി വ്യൂ നമുക്ക് ഇതിൻ്റെ മേളിൽ നിന്ന് കിട്ടും. അങ്ങേ സൈഡിലുണ്ടല്ലോ, ഇതിൻ്റെ മേളിൽ കഴിഞ്ഞാൽ കിട്ടുമല്ലോ. ആ അതെ, നീ കാണുന്ന കത്തീഡ്രൽ, ഇതേ കാണുന്നു നമ്മുടെ എം ഷെഡ്. എം ഷെഡ് എന്ന് പറഞ്ഞാൽ പഴയ ഒരു പോട്ടിൻ്റെ നമ്മളിവിടെ വന്നത് ഒരു ഈവനിങ് ടൈമിലാണ്, ഏകദേശം ഒരു സൺസെറ്റ് ആവുന്ന ഒരു ടൈമിനോടനുബന്ധിച്ചാണ് നമ്മൾ വന്നത്. ഇതുണ്ടോ, ആ സമയത്തെ ഒരു വിഷ്വൽസ് കാര്യങ്ങളൊക്കെയാണ്. ചുറ്റും മരങ്ങൾ, ബ്രിസ്റ്റോൾ നഗരത്തിൻ്റെ ഒരു അത്യാവശ്യം നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള പിക്ചർ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇതേ കണ്ടോ, ഇത് ഇവിടെയാണ് നമ്മൾ ആദ്യം പോയത്. ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ട് താഴെയാണ് നമ്മൾ ആദ്യം പോയ ആർട്ട് ആൻഡ് ഗ്യാലറി മ്യൂസിയം ഉള്ളത്. അതെ, ഇപ്പം അതെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ബ്രിസ്റ്റോളിലൊരു 360 വ്യൂ കിട്ടാം ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇവിടെ ഇതുണ്ടോ, ഓരോ സ്ഥലങ്ങളിൽ ഇതുണ്ട് കേട്ടോ. സ്വാൻസിയിലേക്ക് ഈ ഡയറക്ഷനിൽ ഇതുണ്ടോ 58 മൈൽസ്, ഡബ്ലിനിലേക്ക് ഈ സൈഡിൽ ഈ ഡയറക്ഷൻ വെച്ചിട്ട് ഇത്ര ഇത്. ഹോളി ഹെഡ്
ക്ലിഫ്റ്റൺ ഒബ്സർവേഷൻ ടവറിലേക്ക് ആ വശത്ത് ഇതേ കണ്ടോ, ക്ലിഫ്റ്റൺ ബ്രിഡ്ജ് ഇതേ കാണുന്നു. ഇതേ കണ്ടോ, ഇതേ കാണുന്നുണ്ടോ? ഈ കാണുന്നതാണ് ക്ലിഫ്റ്റൺ സസ്പെൻഷൻ ബ്രിഡ്ജ്, നമ്മൾ നേരത്തെ പോയ. പിന്നെ വേറെ ഏതൊക്കെ സ്ഥലങ്ങളാണ്? ബക്കിംഗ്ഹാം ചാപ്പൽ, ക്ലിഫ്റ്റൺ ആ സൈഡിലേക്ക്. ഐസൽസ് ഓഫ് മാനിലേക്ക് 200 മൈൽ ആ വശത്തേക്ക്, ആ സൈഡിലേക്ക്. മോൺമത്ത് ഗ്ലാസ്ഗോയിലേക്ക് ആ സൈഡിലേക്കാണ്. ലിവർപൂൾ ആ സൈഡിലേക്ക്. മാഞ്ചസ്റ്റർ, എഡിൻബർഗ്, ഇതിൻ്റെ എല്ലാം ഹൈറ്റുകൾ അതായത് എന്തോ ഒരു മൈൽസ് ഉണ്ടെന്നുള്ള ഒരു ഡയറക്ഷൻ ഇവിടെ ആരോ മാർക്കിൽ വെച്ചിട്ടുണ്ട്. 350 മൈൽസ്. പിന്നെ ലണ്ടൻ ആ ഭാഗത്തേക്ക് 120 മൈൽസ്. ഇങ്ങനെ ഏകദേശം ഓരോ സ്ഥലങ്ങളുടെ ഇത് ആരോ മാർക്കിൽ കാണാം ഡയറക്ഷനാണെന്ന്. 1580 മൈൽസ്. ഏതൻസ് കേട്ടിട്ടില്ല? ഏതൻസ് ഒളിമ്പിക്സ് തുടങ്ങിയേക്കണ ഏതൻസിൽ നിന്നല്ലായിരുന്നു ആദ്യം തുടങ്ങിയത്. റോം ആ ഡയറക്ഷനിൽ 970 മൈൽസ്. പാരീസ് ആ ഡയറക്ഷനിൽ 285 മൈൽസ്. പിന്നെ വേറെ ഏതാ? പിന്നെ ബ്രിസ്റ്റോളിലെ പല സ്ഥലങ്ങളുടെ ഡയറക്ഷൻസ്. സ്പെയിനിലേക്ക് 975 മൈൽസ്. ലിസ്ബൺ. അതെ, 99 മൈൽസ്. കാനഡ അബൌട്ട് 2400 മൈൽസ്. ലാൻഡ് ഫസ്റ്റ് സീൻ ബൈ ജോൺ കബോട്ട് ഓൺ ദ 27th day of June അന്നോ ഡൊമിനി AD 1597. കാർഡിഫ്. നമ്മൾ ആദ്യം കണ്ട ഇതുണ്ടോ, പല ഡയറക്ഷൻസിൽ ഇത്ര മൈൽസ് എന്ന് പറഞ്ഞിട്ട്, അത് നമ്മുടെ ഈ കബോട്ട് ടവറിൽ നിന്നുള്ള കേട്ടോ, കബോട്ട് ടവറിൽ നിന്നുള്ള എയർ ഡിസ്റ്റൻസ് ആണ് ഇത്ര മൈൽസ്. അപ്പോൾ ആ ഒരു ഡയറക്ഷനിൽ ഇത്രയും ഡിസ്റ്റൻസിൽ പോയി കഴിഞ്ഞാൽ ഡബ്ലിന്, അതുപോലെ തന്നെ നമ്മുടെ കാർഡിഫ്, എഡിൻബർഗ്, അതുപോലെ തന്നെ സ്പെയിന്, അങ്ങനെയുള്ള സ്ഥലങ്ങൾ, ലിസ്ബൺ, ഫ്രാൻസ് എല്ലാം നമുക്ക് ആ ഒരു ഇതിൽ ആയിട്ട് ആ ഒരു ഡയറക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്താവുന്നതാണ്. അതായത് ഉണ്ടോ, ഇത് അതിൻ്റെ ഏറ്റവും മേളത്തെ ഡെക്കിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ആ മേളത്തെ ഡെക്കിലാണ് ഇങ്ങനെ ഡയറക്ഷൻസ് കാര്യങ്ങളെല്ലാം എഴുതി വെച്ചേക്കണേ. അപ്പം ഇത് തന്നെ ഏതാണ്ട് 1800 ഏതാണ്ടാണ് ഇത് ബിൽഡ് ചെയ്തേക്കണേ, ഈ കബോട്ട് ടവർ. അപ്പം ഇത്രയും വർഷം പഴക്കമുള്ള ഒരു ബിൽഡിങ്ങാണ്. അതായത് അത്യാവശ്യം അന്നത്തെ കാലത്തൊക്കെ പണിത സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ബ്രിസ്റ്റോൾ സിറ്റി ഉൾപ്പെടെ അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെ കാണാമായിരുന്നു. ഇപ്പം ഇപ്പോഴും കാണാം വലിയ വലിയ ബിൽഡിങ്ങുകളും ദൂര ഭാഗങ്ങളിൽ ഇതുണ്ടോ, പച്ചപ്പുകളും മലനിരകളും എല്ലാം നമുക്ക് കാണാം. ഇതിൻ്റെ താഴെ കണ്ടോ കുളങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയുള്ള ഈ പാർക്കാണ് ബ്രാൻഡൺ ഹിൽ എന്നാണ് ഇതിൻ്റെ പേര്. ബ്രാൻഡൺ ഹിൽ പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം ഇതുണ്ടോ മരങ്ങൾ കാര്യങ്ങളൊക്കെ ഇതുണ്ടോ, വിൻ്റർ ആയിരുന്നതുകൊണ്ട് ഏകദേശം ഇലകൾ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇലകളൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നു. ഈ സമ്മർ ആയി കഴിയുമ്പോൾ വരുമ്പോൾ ഫുള്ള് പച്ചപ്പായിരിക്കും. ഇതിൻ്റെ മേളിൽ നിന്ന് കാണുമ്പോൾ ഫുൾ പച്ചപ്പായിട്ടുള്ള ഒരു ഇതായിരിക്കും കാഴ്ചകൾ കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കബോട്ട് ടവറിൽ നമുക്ക് വരാനായിട്ട് ഇവിടെ എൻട്രി ഫീസൊന്നുമില്ല, ഫ്രീ എൻട്രി ആണ്, പേയ്മെൻ്റ് ഒന്നും കൊടുക്കണ്ട. പിന്നെ അതുപോലെ തന്നെ വരുന്നവരാണെങ്കിൽ അതായത് അത്യാവശ്യം നന്നായിട്ട് സ്റ്റെപ്സ് കയറണം. സ്റ്റെപ്സ് കയറി അങ്ങ് മുകളിലേക്ക് വന്ന് ലിഫ്റ്റ് കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. നമ്മൾ സ്റ്റെയർസ് തന്നെ ആയിട്ട് സൈഡിൽ സ്റ്റെയർസിൻ്റെ ഇതുണ്ട്, പിടിച്ച് കയറാനുള്ള സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കയറണം. ഇതാണ് ഇതിൻ്റെ ഒരു മേൽഭാഗം കണ്ടോ, ഇതിൻ്റെ മേൽഭാഗം ആണ് ഇത്. സെക്കൻഡ് ഡെക്കാണ്. ഇതിൻ്റെ താഴത്തെ ഡെക്കിലായിരുന്നു ആദ്യം നമ്മളുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ മേലത്തെ ഡെക്കാണിത്. ഇതിൻ്റെ ഒരു 4 ഡയറക്ഷനിൽ ഇതേപോലെ തന്നെ ഇതുണ്ട്. അതായത് ഓരോ സ്ഥലങ്ങളുടെ ഇത് പേരുകളും ആ ഡയറക്ഷനിൽ എത്ര മൈൽസ് പോയി കഴിഞ്ഞാൽ ആ സ്ഥലത്ത് എത്തും എന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഇതുണ്ട്, ഇത് അതിൻ്റെ ഒരു മിലേനിയം സ്ക്വയറിൻ്റെ അപ്പുറത്തായിട്ടുള്ള ഏരിയയൊക്കെയാണ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്ത് കാണിച്ചത്.
എം ഷെഡ് അതുപോലുള്ള ഏരിയാസ് കാര്യങ്ങളൊക്കെയാണ്. ബിൽഡിങ്ങുകൾ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിൻ്റെ കബോട്ട് ടവറിൻ്റെ പുറത്തിറങ്ങി. ഇതുണ്ടോ, സൂര്യനൊക്കെ ഏകദേശം അസ്തമിക്കാറായിട്ടുണ്ട്. ഇതുണ്ടോ, നമ്മൾക്ക് ആ മരങ്ങളുടെ ഇടയ്ക്കോടെ സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ കാണാം. ഇതുണ്ട്, ഇതിൻ്റെ പുറത്ത് കബോട്ട് ടവറിനെ പറ്റിയായിട്ടുള്ള അതിൻ്റെ ഒരു ഇതുണ്ട്, ശിലാഫലകം ഉണ്ട്. അതായത് ഇങ്ങനെ ആരാണ് നിർമ്മിച്ചത്, ഏത് വർഷമാണെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതുണ്ടോ. ജോൺ കബോട്ടാണ് ഇത് നിർമ്മിച്ചത്. വർഷം എല്ലാം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. അപ്പോൾ ഇതേപോലെയുള്ള നമ്മൾ ഇനി വീഡിയോകളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.